പോലീസിനെ പുറത്താക്കുക. പോലീസ് രാജ് അവസാനിപ്പിക്കുക. വേണ്ട വേണ്ട പോലീസ് രാജ് വേണ്ട. വേണ്ട 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 പോലീസ് രാജ് വേണ്ട. പോലീസ് രാജ് വേണ്ട. My body, my rights. My body, my rights. My body, my equality, my rights. My equality, my rights. My dignity, my rights. My dignity, my rights. My dignity, my rights. My dignity, my rights. My gender, my rights. വേണ്ട 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 പോലീസ് വേണ്ട. പോലീസ് വേണ്ട. വേണ്ട 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 അതിക്രമം അവസാനിപ്പിക്കുക. My body, my rights. My body, my rights. My body, my rights. My body, my rights. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. പോലീസ് രാജ് വേണ്ട. Body, my rights. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. ഞങ്ങളുടേത് കൂടിയാണ്. രാവും പകലും ഞങ്ങളുടേത് കൂടിയാണ്. രാവും പകലും ഞങ്ങളുടേത് കൂടിയാണ്. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. ട്രാൻസ്ലേറ്റ് പോലീസിന്റെ പന്തുകളല്ല. പോലീസിന്റെ പന്തുകളല്ല. ട്രാൻസ്ലേറ്റ് പോലീസിന്റെ കളിപ്പാവകളല്ല. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. ആഭ്യന്തര വകുപ്പ് ഏത് രീതിയിലായാലും ഈ ഒരു പ്രശ്നത്തെ ഗൗരവമായി എടുക്കുകയും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം. ആ ഒരു പോലീസുകാര് ഞങ്ങളും മനുഷ്യരാണ്. ഞങ്ങളും മനുഷ്യരാണ്. പട്ടിയല്ല പൂച്ചയല്ല. പട്ടിയല്ല പൂച്ചയല്ല. ഞങ്ങളും മനുഷ്യരാണ്. ഞങ്ങളും മനുഷ്യരാണ്. ട്രാൻസ്ജെൻഡേഴ്സിനെ തള്ളിച്ചേച്ച പോലീസിനെ പുറത്താക്കുക. പോലീസ് രാജ് അവസാനിപ്പിക്കുക. പോലീസിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. കള്ളക്കേസിൽ കുടുക്കിയ നിരപരാധികളെ വിട്ടയക്കുക. കള്ളക്കേസിൽ കുടുക്കിയ നിരപരാധികളെ വിട്ടയക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ലൈംഗികത എന്റെ അവകാശം. എന്റെ ലൈംഗികത എന്റെ അവകാശം. കമ്മീഷൻ ഓഫീസ് മാർച്ച് സിന്ദാബാദ്. കമ്മീഷൻ ഓഫീസ് മാർച്ച് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. കള്ളക്കേസിൽ കുടുക്കിയ നിരപരാധികളെ വിട്ടയക്കുക. കള്ളക്കേസിൽ കുടുക്കിയ നിരപരാധികളെ വിട്ടയക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ലൈംഗികത എന്റെ അവകാശം. എന്റെ ലൈംഗികത എന്റെ അവകാശം. എന്റെ ലൈംഗികത എന്റെ അവകാശം. എന്റെ ലൈംഗികത എന്റെ അവകാശം. ട്രാൻസ്ജെൻഡേഴ്സിനെതിരെയുള്ള പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. ട്രാൻസ്ജെൻഡേഴ്സിനെതിരെയുള്ള പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. കള്ളക്കേസിൽ കുടുക്കിയ നിരപരാധികളെ വിട്ടയക്കുക. കള്ളക്കേസിൽ കുടുക്കിയ നിരപരാധികളെ വിട്ടയക്കുക. കള്ളക്കേസിൽ കുടുക്കിയ നിരപരാധികളെ വിട്ടയക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. കമ്മീഷൻ ഓഫീസ് മാർച്ച് സിന്ദാബാദ്. കമ്മീഷൻ ഓഫീസ് മാർച്ച് സിന്ദാബാദ്. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം
ട്രാൻസ്ജെൻഡേഴ്സിന് നേരെയുള്ള അതിക്രമം അവസാനിപ്പിക്കുക. ട്രാൻസ്ജെൻഡേഴ്സിന് നേരെയുള്ള ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. ട്രാൻസ്ജെൻഡേഴ്സിന് നേരെയുള്ള അതിക്രമം അവസാനിപ്പിക്കുക. My body, my rights. My body, my rights. My body, my rights. My body, my rights. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. ജീവിക്കാനുള്ള അവകാശം ജന്മാവകാശം. ജീവിക്കാനുള്ള അവകാശം ജന്മാവകാശം. ജീവിക്കാനുള്ള അവകാശം ജന്മാവകാശം. ജീവിക്കാനുള്ള അവകാശം ജന്മാവകാശം. My body, my rights. My body, my rights. My body, my rights. My body, my rights. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. ട്രാൻസ്ജെൻഡേഴ്സിന് നേരെയുള്ള പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. 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 കള്ളക്കേസിൽ കുടുക്കിയ പ്രതികളെ വിട്ടയക്കുക. കള്ളക്കേസിൽ കുടുക്കിയ നിരപരാധികളായ സുഹൃത്തുക്കളെ വിട്ടയക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. കള്ളക്കേസിൽ കുടുക്കിയ നിരപരാധികളായ സുഹൃത്തുക്കളെ വിട്ടയക്കുക. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. My body, my rights. My body, my rights. My body, my rights. My body, my rights. Police go back. 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 പോലീസിനെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. 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 സി അബ്ദുലാൽ രാജിവെക്കുക. 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 അബ്ദുലാലിനെ പുറത്താക്കുക. അബ്ദുലാലിനെ പുറത്താക്കുക. അബ്ദുലാലിനെ പുറത്താക്കുക. അബ്ദുലാലിനെ പുറത്താക്കുക. അപമാനം അപമാനം അപമാനം. അനന്തലാൽ പോലീസിന് അപമാനം. അനന്തലാൽ പോലീസിന് അപമാനം. അപമാനം 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 അപമാനം. അനന്തലാൽ പോലീസിന് അപമാനം. അനന്തലാൽ പോലീസിന് അപമാനം. അനന്തലാലിനെ പുറത്താക്കുക. അനന്തലാലിനെ പുറത്താക്കുക. പോലീസിലെ ഗുണ്ടകളെ പുറത്താക്കുക. പോലീസിലെ ഗുണ്ടകളെ പുറത്താക്കുക. Go back, go back. Police go back. Police go back. Police go back. Go back, go back. Police go back. Police go back. Police go back. പോലീസിനെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പോലീസിനെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പോലീസിനെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പോലീസിനെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. ഈ നിരത്തുകൾ ഞങ്ങളുടേത് കൂടിയാണ്. ഈ നിരത്തുകൾ ഞങ്ങളുടേത് കൂടിയാണ്. രാവും പകലും ഞങ്ങളുടേത് കൂടിയാണ്. രാവും പകലും ഞങ്ങളുടേത് കൂടിയാണ്. ഈ നിരത്തുകൾ നമസ്കാരം. കൊച്ചി ലൈവിലേക്ക് സ്വാഗതം. ഞാൻ അർജുൻ ശിവനക്സ്. കൊച്ചിയിൽ ട്രാൻസ്ജെൻഡർ സമൂഹം കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്. രാത്രി My body, my rights. My body, my rights. My body, my rights. My body, my rights. കമ്മീഷൻ ഓഫീസിലേക്ക് എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. എന്റെ ശരീരം എന്റെ അവകാശം. ജീവിക്കാനുള്ള അവകാശം ജന്മാവകാശം. ജീവിക്കാനുള്ള അവകാശം ജന്മാവകാശം. ജീവിക്കാനുള്ള അവകാശം ജന്മാവകാശം. ശേഷം പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. പോലീസ് വന്നതിന് ശേഷം ഇവർക്കെതിരെ നടപടിയെടുക്കുന്ന രീതിയിലാണ് തുടർന്ന് പോലീസ് 6 പേരെ കസ്റ്റഡിയിലെടുത്ത് നേരെ സെൻട്രൽ പോലീസ് കൊണ്ടുപോയി. ഇതിനുശേഷം അവരെ റിമാൻഡ് ചെയ്തു 14 ദിവസത്തേക്ക് കാക്കനാട് ജയിലിലേക്ക് മാറ്റി. ഇവർ പ്രതിഷേധ പ്രകടനം നടപടിയെടുക്കണം. പ്രതികളെ വെറുതെ വിടണം. പ്രതികളെ വെറുതെ വിടണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രകടനം നടത്തുന്നത്. പ്രകടനം ഇപ്പോൾ
പാലത്തിന് മുകളിൽ നിന്നാണ് ആരംഭിച്ചത്. കമ്മീഷൻ ഓഫീസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 70ഓളം ആളുകളാണ് പരിപാടിയിൽ വിവിധ സംഘടനാ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പോലീസ് കമ്മീഷൻ ഓഫീസിലേക്ക് 5 മിനിറ്റുകൾക്കുള്ളിൽ എത്തിച്ചേരും. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും വിശ്വാസത്തോടുകൂടിയാണ് ഈ സമരം മുന്നിലേക്ക് പ്രകടനം നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തത്സമയമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 100ഓളം വരുന്ന സമൂഹമാണ് കൊച്ചിയിൽ പ്രകടനം നടത്തുന്നത്. കാരണം ഇപ്പോൾ മറൈൻ ഡ്രൈവിലെ വാക്വയിൽ നിന്ന് കൊച്ചി സിറ്റി ഞങ്ങളുടേത് കൂടിയാണ്. കേരളം ഞങ്ങളുടേത് കൂടിയാണ്. പോലീസിനെ കുട്ടായ്മ ഞങ്ങളോട് വേണ്ട. കൊച്ചി പോലീസ് go back. കൊച്ചി പോലീസ് go back. Go back, go back. Go back, go back. സമാനമായ ാണ്
മീറ്റർ ഈ ബാരിക്കേഡിന് മുമ്പായി ട്രാൻസ്ജെൻഡർ സമൂഹത്തെ തടയുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്റെ ശരീരം എന്റെ അവകാശം, എന്റെ ശരീരം എന്റെ അവകാശം, എന്റെ ശരീരം എന്റെ അവകാശം, എന്റെ ശരീരം എന്റെ അവകാശം. My body my rights, my body my rights. ജീവിക്കാനുള്ള അവകാശം ജന്മാവകാശം, ജീവിക്കാനുള്ള അവകാശം ജന്മാവകാശം, ജീവിക്കാനുള്ള അവകാശം ജന്മാവകാശം, ജീവിക്കാനുള്ള അവകാശം ജന്മാവകാശം. CI ആനന്ദലാലിനെ പുറത്താക്കുക, CI ആനന്ദലാലിനെ പുറത്താക്കുക, CI ആനന്ദലാലിനെ പുറത്താക്കുക, CI ആനന്ദലാലിനെ പുറത്താക്കുക. കോടതി അന്ത്യശാസനം നൽകിയ CI ആനന്ദലാലിനെ പുറത്താക്കുക. അനന്തലാൽ പോലീസാണോ ഗുണ്ടയോ? അനന്തലാൽ പോലീസാണോ ഗുണ്ടയോ? അനന്തലാൽ പോലീസാണോ ഗുണ്ടയോ? അനന്തലാൽ പോലീസാണോ ഗുണ്ടയോ? ഗുണ്ട പോലീസ് അനന്തലാലിനെ പുറത്താക്കുക. ആൻസിനസിനെ കയറി പിടിച്ച് അനന്തലാലിനെ പുറത്താക്കുക. ആൻസിനസിനെ കയറി പിടിച്ച് അനന്തലാലിനെ പുറത്താക്കുക. പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക. പോലീസിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക, വലിയ പോലീസിൻ്റെ ഒരു സുരക്ഷ തന്നെയാണ് ഇവിടെ ഒരുക്കിക്കുന്നതാണ്. നമുക്ക് വനിതാ പോലീസ് ഉൾപ്പെടെ വലിയ നീതി നടപ്പാക്കും വരെ സമരം ചെയ്യും, നീതി നടപ്പാക്കും വരെ സമരം ചെയ്യും, നീതി നടപ്പാക്കും വരെ സമരം ചെയ്യും. സുഹൃത്തുക്കളെ, നമ്മളുടെ സഹോദരങ്ങളെ 2 ദിവസം മുന്നേ എറണാകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് യാതൊരു കാരണവുമില്ലാതെ നമ്മളെ ആക്രമിച്ച, നമ്മുടെ സുഹൃത്തുക്കളെ ആക്രമിച്ച ഒരാളെ പോലീസിന് പിടിച്ചു കൊടുക്കാന്നുള്ള ഒരു സംഗതി മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. അതിന് അവിടെ വെച്ച് തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും കവർച്ച കുറ്റം ചാർത്തിയിട്ട് ഇപ്പോൾ അവർ ജയിലിലാണ്. അതിനെതിരെ നമുക്ക് ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ടതുണ്ട്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം പറയുകയാണ്. ഈ വിവരങ്ങൾ നമ്മളോട് കേസിന്റെ വിവരങ്ങളും അതേപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ ആദ്യമായിട്ട് ഈ വിഷയം സംസാരിച്ചത് അഡ്വക്കേറ്റ് മായയോടാണ്. മായ നമ്മളോട് ഈ വിഷയം വിശദമായിട്ട് പറഞ്ഞ് നമ്മോട് സംസാരിക്കും. ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവരും ഇടത്ത് ഇരിക്കുകയും യോഗത്തിന് അഭിസംബോധന ചെയ്ത് അതിൽ മായ സംസാരിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത്, അതായത് ജൂലൈ മാസത്തിൽ തന്നെയാണ് നമ്മൾ ഇതുപോലെ വന്ന് നിൽക്കേണ്ടി വന്നത്. കേരളം എന്ന് പറയുന്നത് 2014 ലോകത്ത് തന്നെ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി പാസ്സാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ട്രാൻസ്ജെൻഡർ നയങ്ങളാണ് ഇവിടെ ഇലക്ഷനിൽ അധികാരത്തിലേറിയ ഗവൺമെന്റ് ട്രാൻസ്ജെൻഡർ സൗഹൃദ പത്രികയാണ് ഇവിടെ സമർപ്പിച്ചത്. അതിനുശേഷം നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി നിരന്തരം യോഗങ്ങളിലെല്ലാം നടന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക്, അതായത് ട്രാൻസ്ജെൻഡേഴ്സിന് ഇടങ്ങൾ കൊടുത്തുകൊണ്ട് ഇവിടെ ട്രാൻസ്ജെൻഡർ സൗഹൃദ സംസ്ഥാനമായി മാറുകയാണ് എന്ന് പറയുന്നു. ആ കേരളത്തിൽ നിന്നുകൊണ്ടാണ് നിരന്തരം നീതിക്ക് വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ വന്നു നിൽക്കേണ്ടി വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ നമ്മൾ ഇങ്ങനെ നിന്നു.
ഈ വർഷം അതേ ജൂലൈയിൽ നമ്മളെ ഇങ്ങനെ തന്നെ വീണ്ടും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അന്ന് എപ്രകാരമാണോ ഈ കള്ളക്കേസ് ചുമത്തിയത് നമുക്ക് നേരെ, അതേപോലെ തന്നെ അന്ന് നമുക്ക് നേരെ ആക്രമിച്ചവർക്കെതിരെ കേസെടുക്കുന്നതിന് പകരം നമ്മളെ പ്രതിയാക്കിക്കൊണ്ട് കവർച്ച എന്ന് പറയുന്ന ജീവപര്യന്തം കളവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചുമത്തിക്കൊണ്ട് നമുക്കെതിരെ കേസെടുക്കുകയാണ് ഉണ്ടായത്. ട്രാൻസ്ജെൻഡേഴ്സിൽ ഇവർ പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ക്രിമിനൽസ് ആണ് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തി, ഏത് തരത്തിലുള്ള വ്യക്തി, ആണായാലും പെണ്ണായാലും ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താൽ അത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അത് ഒരാളെയാണ്, അത് ആരാണ് ചെയ്തിട്ടുള്ളത്, ആരാണ് ചെയ്യുന്ന ആളുകൾക്കെതിരെയാണ്. അതല്ലാതെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണം, ട്രാൻസ്ജെൻഡേഴ്സ് അടികൊള്ളുന്നു, അടിക്കുന്ന ആളിനെതിരെ കേസെടുക്കുക എന്നതുള്ളതിന് പകരം അതാണ് നീതി. അതിനുവേണ്ടിയാണ് ഇവിടെ നിയമ സംവിധാനവും നീതിന്യായ സംവിധാനങ്ങളും ഉള്ളത്. അത്തരത്തിൽ നടപ്പാക്കാതെ അടികൊണ്ട ട്രാൻസ്ജെൻഡേഴ്സിനെ പ്രതികളാക്കിക്കൊണ്ട് കേസെടുക്കുക എന്ന് പറയുന്നത് വളരെ മോശം പിടിച്ച കാര്യമാണ്. കാരണം ഇവിടെ ആർക്കും അവകാശമൊന്നും കൊടുക്കണ്ട. ഇന്ത്യ ഭരണഘടന നിലവിൽ വന്ന സമയം മുതൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഏത് പൗരനും അവകാശമുണ്ട്, ജീവിക്കുവാനുള്ള അവകാശം. ആ അവകാശം കവർന്നെടുക്കാതിരിക്കുകയാണ് ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഇവിടുത്തെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് അതാണ്, ജീവിക്കുവാനുള്ള അവകാശം കൈയിട്ട് വാരാതിരിക്കുക. കാരണം നിരന്തരമായി ആളുകൾ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നത് പോലെ നിരന്തരമായി ജീവിതം തച്ചുടച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇന്നും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിപ്പെടുവാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളോട് കൂടുതൽ നീതി കാണിക്കുക എന്നതിനു പകരം അനീതി മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നു, അനീതി മാത്രമേ കാണിക്കൂ എന്ന് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വേദനയോടുകൂടിയാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം പറയാം. അതായത് മെട്രോയിൽ 2:30 മുതൽ 10:30 വരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രഞ്ജു, അവിടെ നിന്ന് ചങ്ങമ്പുഴ മെട്രോയിലാണ് അവൾക്ക് ജോലി. ചങ്ങമ്പുഴയിൽ നിന്ന് KSRTC സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രഞ്ജുവിനെ ഈ പറയുന്ന ഇവരിപ്പോൾ കേസിൽ വാദിയാക്കിയിരിക്കുന്ന അയാൾ പ്രതിയാണ്. ആ പ്രതി വന്ന് ശാരീരികമായി ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു. ബ്ലൗസ് ഉൾപ്പെടെ കീറി. ആ കീറിയ ബ്ലൗസ് സൂട്ടാണ് രഞ്ജു കോടതിയിൽ വന്നത്. ഇവരെ അറസ്റ്റ് ചെയ്തതും ആ കീറിയ ബ്ലൗസ് സൂട്ടാണ്. ആ രഞ്ജുവിനെ പരാതിക്കാരനെ ഇവരെല്ലാവരും കൂടി പിടിച്ചു നിർത്തി. അയാൾ അതിനു മുമ്പ് പൂജ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പേഴ്സ് തട്ടിപ്പറിച്ചു. ഈ 2 കുറ്റകൃത്യവും ചെയ്ത ആളിനെ അത് കല്ല് വെച്ചെറിഞ്ഞ്, അതായത് ബലൂണിൽ വെള്ളം നിറച്ച് കല്ല് ഇട്ട് ബലൂണിൽ വെള്ളം നിറച്ച് എറിയുക. ബോൺ ക്രിമിനലായ ഒരാൾ മാത്രം ചെയ്യുന്ന കാര്യം. കൃത്യമായി ട്രാൻസ്ഫോബിക്കായ ഒരു ക്രിമിനലായിട്ടുള്ള ആള് അയാളെ പിടിച്ചു നിർത്തി. അതായത് ഈ സമൂഹത്തിൽ കുറ്റകൃത്യം തടയുന്നതിനാണ് പോലീസിന്റെ ആവശ്യം. ഈ കുറ്റവാളിയെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൃത്യമായിട്ട് ഫോൺ ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ കോൾ റെക്കോർഡ്സ് എടുക്കട്ടെ. പോലീസിന്റെ ഫോണിലേക്ക് ഫോൺ ചെയ്ത് കൃത്യമായി പോലീസ് അവിടെ എത്തി. പക്ഷേ എത്തിയ സമയം കഥ മാറി. എത്തിയ സമയം പിടിച്ചുകൊടുത്ത ആളുകളെ എല്ലാവരെയും പ്രതി ചേർത്ത് ആരുടെ പേഴ്സാണോ പോയതെന്ന് പറഞ്ഞാൽ അയാൾക്കിട്ട് 2 അടിയും കൊടുത്ത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ നേരെ പോലീസുകാർ കയ്യേറ്റം നടത്തി പോലീസിലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും കൃത്യമായി 395 എന്ന് പറയുന്ന 10 വർഷം തടവ് കിട്ടാവുന്ന ശിക്ഷ കൃത്യമായിട്ട് ഇട്ടുകൊണ്ട് നേരെ പോലീസ് കോടതിയിൽ ഹാജരാക്കുകയാണ് ഉണ്ടായത്. ഇത് സമ്മതിക്കാൻ പറ്റില്ല. അതായത് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുക്കുന്നതിനാണ് പോലീസ് ഉള്ളത്. അതല്ലാതെ ജീവിക്കുവാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ തലയിൽ കുതിര കയറാനല്ല ഇവിടെ പോലീസ് ഉള്ളത്. അതൊരിക്കലും അനുവദിക്കില്ല. കാരണം ട്രാൻസ്ജെൻഡേഴ്സിന് ഇവിടെ ജീവിക്കുവാൻ അവകാശമുണ്ട്. അത് ആരുടെയും കയ്യിൽ നടത്തി കൊടുക്കേണ്ട, ആരും നിങ്ങൾക്ക് എങ്ങനെയാണോ ജീവിക്കുവാൻ അവകാശമുള്ളത് അതുപോലെ തന്നെ വ്യക്തി മനുഷ്യനായി ജനിച്ചവന് ജന്മാവകാശമുണ്ട്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്, ഭരണഘടനയുണ്ട്, ഭരണഘടനാപരമായ അവകാശങ്ങളുള്ള ജനതയാണിത്. അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഇത് അവകാശമില്ല എന്ന് പറയുവാൻ ആർക്കാണ് അവകാശമുള്ളത്? നിങ്ങൾ വ്യക്തി ആണായും പെണ്ണായും ഇരിക്കുന്നത് പോലെ തന്നെ ട്രാൻസ്ജെൻഡർ ആയിരിക്കുവാൻ അവകാശമുണ്ട് എന്ന് 2014 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളതാണ്. അത് ആരും ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ട്രാൻസ്ജെൻഡേഴ്സിനെ അവരെങ്ങനെ ജീവിക്കണമെന്ന് അവർക്കറിയാം. അവരെ കൈപിടിച്ചുയർത്തുവാനാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ അവരെ ചവിട്ടി താത്തുവാൻ വേണ്ടിയല്ല. അത് ഞങ്ങൾ അനുവദിക്കില്ല. നമ്മൾ ഒന്നിച്ചാണ്, നമ്മൾ എല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട്, നമ്മൾ ഒന്നിച്ചു തന്നെയാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് നേരെ മാത്രം അനീതി ചെയ്തുകൊണ്ടിരിക്കാമെന്ന് ഇവിടെ ആരും വിചാരിക്കേണ്ട. അത് നടപ്പാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതിനെതിരെ ഞങ്ങൾ സമരം ചെയ്തു. ഇവിടെ പോളിസി കൊണ്ടുവന്നത് ഇവിടെ ആരും പഠിച്ചിട്ടല്ല. കൃത്യമായിട്ട് അതിൽ ഇടപെടലുകൾ തന്നെ ഉണ്ടായിട്ടാണ്. ഇനിയും ഇവിടെ ട്രാൻസ്ജെൻഡർ ബോർഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാളെ കാണിച്ചിട്ട് ബാക്കി മുഴുവൻ ആളുകളെയും അടിച്ചമർത്താമെന്ന ഗവൺമെന്റ് നയവും ഇവിടെ നടപ്പാകില്ല.
കൃത്യമായി ഇടപെടലുകൾ ഉണ്ടാകും. ട്രാൻസ്ജെൻഡേഴ്സിന് ജീവിക്കുവാനുള്ള പറ്റുന്ന തരത്തിലുള്ള അന്തരീക്ഷം ഇവിടെ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അല്ലാതെ ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെന്റും മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട. ഇനിയും ശക്തമായ ഇത് കുറ്റകൃത്യം ചെയ്തിട്ടുള്ള പോലീസുകാർക്കെതിരെ ഉൾപ്പെടെയുള്ള കേസുകളുമായി മുന്നോട്ട് പോകും. അവരുടെ രാജി തന്നെയാണ് നമ്മുടെ ആവശ്യം. ആ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ സമരം തുടരുകയാണ് ചെയ്യുന്നത്. നമ്മൾ സമരം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നേരെ ഇനിയൊരു കൈകൊള്ളരുത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ. അത് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ് ഇവിടെ ആർക്കും റിസർവേഷൻ ആവശ്യമില്ല. തെറ്റ് ചെയ്യാത്തവർക്ക് നേരെ കൈ പൊങ്ങാൻ വേണ്ട, ആ കൈ ആവശ്യമില്ല. ഞങ്ങൾ സമരം ചെയ്യും. അത്തരമൊരു ചെറുത്തുനിൽപ്പുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിനെല്ലാം ഐക്യദാർഢ്യം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഓർഗനൈസേഷനും ഒരുപാട് ജില്ലകളിൽ നിന്നും കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും പലവരും എത്തിയിട്ടുണ്ട്. ഒരു കാര്യം ഈ സമയത്ത് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, മഹേഷ് പറഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്യാണ്. ഇവിടുത്തെ പോലീസുകാർക്ക് എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന് വ്യക്തമായിട്ട് അറിയില്ല എന്നൊരു ഉദാഹരണം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന അനുഭവം. കാരണം ഇവരെല്ലാം തന്നെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് മാറ്റാനുള്ള നടപടിയായിട്ട് മിസ്റ്റർ അനന്തലാൽ എന്നോട് സംസാരിക്കുകയും ഇവർക്കെല്ലാം ലിംഗമുണ്ട്, ഇവരെല്ലാം ട്രാൻസ്ജെൻഡർ ആണോ എന്നൊരു ചോദ്യം എന്നോട് ചോദിക്കുകയും ചെയ്തു. അപ്പോഴും എനിക്ക് ആശങ്കയാണ്, ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സിന് ഇപ്പോഴും ട്രാൻസ്ജെൻഡർ എന്ന ആളുകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ല എന്നും സുപ്രീം കോടതിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ആ കാര്യം അവരെ പരിശോധിക്കാനും അവർക്കത് പഠിക്കാനോ മെനക്കെട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് സംശയം. കാരണം അതുകൊണ്ടാണ് ഇത്തരം ആളുകളെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് തടയുകയും പറ്റില്ല, അവരെല്ലാം ട്രാൻസ്ജെൻഡർ ആണ്, വനിതാ സ്റ്റേഷനിൽ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞത് ഇവർക്ക് ലിംഗമുണ്ടല്ലോ, ഒരു ട്രാൻസ്ജെൻഡർ ആണോ എന്ന്. അപ്പോൾ ട്രാൻസ്ജെൻഡറെ കുറിച്ച് ഒരു വ്യക്തതയും ഇല്ലാത്ത ഒരു പോലീസാണ് നമ്മൾക്ക് ഇത്തരം കേസുകളിലേക്ക് നമ്മളെ മോശമായിട്ട് നമ്മളിവിടെ തുടച്ചു നീക്കാനുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി അല്ലെങ്കിൽ ഗൂഢാലോചനയോടുകൂടി ഇവിടുന്ന് എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനും തുടച്ചു നീക്കാനുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇതിൻ്റെ പിന്നിലെന്നാണെന്ന് എൻ്റെ വിശ്വാസം. ട്രിവാൻഡ്രത്ത് നമ്മളുടെ സെക്ഷൽ ജെൻഡർ മൈനോറിറ്റി ഫോറത്തിൻ്റെ പ്രസിഡന്റാണ് ശ്രീകുട്ടി എന്നിവരെ സംസാരിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സഹോദരിമാരെ, ഇപ്പോൾ അവർ നമ്മളെല്ലാവരും കണ്ടതുപോലെ കഴിഞ്ഞ മാസം ഇന്നലെ ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം വിട്ട് അതേ ദിവസം അതേ മാസം അതേ രീതിയിൽ ഇതേ നിൽക്കുന്നിടത്ത് നമുക്ക് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് വന്നത്. ഈ കൊച്ചിയിലെ പോലീസ് കാണിക്കുന്ന അതിക്രമങ്ങൾക്ക് എപ്പോഴെങ്കിലും നമ്മൾ എത്രത്തോളം പ്രതിഷേധിച്ചാലും നമ്മളോട് യാതൊരുവിധ ഒരു പരിഗണനയോ ഏതൊരു മനുഷ്യത്വപരമായ രീതിയോ കാണിക്കുന്നില്ല. നിങ്ങളെല്ലാവരും കാക്കി അഴിച്ചു വെച്ചാൽ സ്ത്രീകളും പുരുഷന്മാരും മാത്രമാണ്. അതിനുള്ളിൽ നിങ്ങൾക്കുമുണ്ട് മക്കളും സഹോദരങ്ങളും അമ്മമാരും എല്ലാവരും. ആ ഒരു ചെറിയ മാനുഷിക പരിഗണന ഞങ്ങൾക്ക് തരുന്നില്ല. കുടിക്കാൻ വെള്ളം പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചപ്പോൾ സിയെ കാണിക്കുന്നു, കക്കൂസ് ചൂണ്ടിക്കാണിക്കുന്നു പോയി വെള്ളം കുടിക്കാൻ. അത്രയ്ക്ക് മൃഗീയമായിട്ടാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ അവർ ചിത്രീകരിക്കുന്നത്. ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്ന സമയത്ത് വെള്ളം ചോദിക്കുമ്പോൾ ഇവർ പാമ്പിനെ പിടിച്ചും മൃഗങ്ങളെ പിടിച്ചും കൊടുക്കുമ്പോൾ കഴിക്കാനായിട്ട് ആ ഒരു മാനസിക പരിഗണനയുണ്ട്. നിങ്ങൾ കാണിക്കാത്തത് എന്തുകൊണ്ട്? ഞങ്ങളും മനുഷ്യരാണ്. വികാര നിർവൃതിയോടെയാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനും ചിന്തിക്കാനും വസ്ത്രധാരണം ധരിക്കാനും നടക്കാനുമുള്ള അവകാശം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ 70 വർഷം നേടിയേണ്ടി വന്ന് ഞങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം ഇന്ന് കേരളത്തിൽ നേടിയെടുക്കേണ്ടി വന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് 70 വർഷത്തോളമായിട്ടും ഞങ്ങളുടെ സ്വത്വബോധം മനസ്സിൽ ഒതുക്കി ഈ സമൂഹത്തെ പേടിച്ച് പോലീസിനെ പേടിച്ച് ഞങ്ങൾ ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ നിന്നും ഞങ്ങളൊരു പോളിസി പാസ്സാക്കി എടുക്കാൻ വേണ്ടി ആരുടെ കാരുണ്യം കൊണ്ടും ആരുടെ ഔദാര്യം കൊണ്ടും ഒരു നിമിഷം പോളിസി കേരള ഗവൺമെൻറ് തന്നതല്ല. നിരന്തരം മന്ത്രിമാരെയും വേണ്ടപ്പെട്ട അധികാരികളെ കാണുകയും നിരന്തരം ഞങ്ങൾ സന്ദർശിക്കുകയും നിരന്തരം ഉറക്കമില്ലാതെ ഇരുന്ന് രാത്രികാലങ്ങളും പകലും അവരെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ സർക്കാർ ഒരു പോളിസി പാസ്സാക്കിയിട്ട് പോയത്. ആ പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഞങ്ങൾ 1 വർഷം വരെ കാത്തിരിക്കുന്നു. പല ഭാഗങ്ങളും വാഗ്ദാനങ്ങളും മാത്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും 10 കോടി രൂപയും അതിനനുസരിച്ചുള്ള വാഗ്ദാനങ്ങളും നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് മുഖ്യമന്ത്രിയുടെ പോലീസ് തന്നെ ഞങ്ങൾ അടിച്ചമർത്തുകയും ചെയ്യുന്ന ഈ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്താണെന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഭാഗം മുതൽ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാമെന്നുള്ള വാഗ്ദാനം മറുഭാഗത്ത് അടിച്ചമർത്തപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണെന്ന് ഞങ്ങൾ വളരെയേറെ ആശങ്കയോടെ ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോടും നീതിന്യായ പോലീസിനോടും ഞങ്ങൾ പറയുകയാണ്, മാനുഷിക പരിഗണന ഞങ്ങൾക്ക് തരണം. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കുള്ള
സ്വത്തോ നിങ്ങളുടെ പണമോ ഞങ്ങൾക്ക് ഒരു നേരത്തിൽ ആഹാരമോ ഞങ്ങൾ നിങ്ങളുടെ വീടുകൾ വന്ന് മുട്ടുന്നില്ല. ഞങ്ങൾക്ക് നീതി മാത്രം ഞങ്ങൾ നിങ്ങളോട് യാചിക്കുകയാണ്. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷിക്കാനുള്ള അവകാശങ്ങളുണ്ട്. അതിന് നിങ്ങൾ ശിക്ഷിക്കാം, നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം. നിരപരാധിയായി ജീവിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ പിടിച്ചിട്ട് 10 വർഷം പോലും കഠിന തടവുകൾ ലഭിക്കുന്ന വകുപ്പുകൾ ചാർത്തുക എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യന്മാരാണ് ഈ മാനുഷ്യമായ രീതിയിലുള്ള ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്? കേരളത്തിലെ പോലീസ് അല്ലാതെ വേറെ ഒരു സംസ്ഥാനത്തിലെ പോലീസും ട്രാൻസ്ജെൻഡർ ഇത്തരത്തിലുള്ള നടപടികൾ മുതിരുന്നില്ല. നിങ്ങൾക്ക് വ്യക്തമായി ട്രാൻസ്ജെൻഡേഴ്സ് എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞങ്ങളോട് ഇത്തരത്തിലുള്ള അതീതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നവാസ് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ നിയമപാലകരെ, നിങ്ങൾ നിയമം എടുത്ത് വായിച്ചു നോക്കൂ. ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ നിയമം എടുത്ത് വായിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2014 നട്സ ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചിരുന്ന ആ വിധി ഒന്ന് എടുത്ത് വായിക്കൂ. പൊന്നു സിയെ, നിങ്ങൾ എന്നിട്ട് നിയമം പാലിക്കൂ. നിങ്ങൾ നിയമം വായിക്കാതെയും നിയമത്തിനെതിരായിട്ട് എന്തിനാണ് നിങ്ങൾ നിയമം പാലിക്കുന്നത്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന് ഡെഫിനിഷൻ വ്യക്തമായിട്ട് 2014 വ്യക്തമായിട്ട് വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിധി അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒന്ന് എടുത്ത് വായിക്കാനെങ്കിലും നിങ്ങളുടെ സിയോടൊന്ന് പറയൂ. നിങ്ങളെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കൂ നിയമം പാലിക്കുന്ന കോടതി വിധി എന്താണെന്നും ട്രാൻസ്ജെൻഡർ നിയമം എന്താണെന്നും അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കൂ. എന്നിട്ട് അവർക്ക് നേരെ ഈ അതിക്രമങ്ങൾ നിങ്ങൾ നടപ്പിലാക്കൂ. നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള നടപടിക്ക് നിങ്ങൾ ഉതിരുമോ? നിങ്ങൾ വെള്ളം ചോദിച്ചാൽ കക്കൂസ് ചൂണ്ടി കാണിക്കുമോ? ഇത്രയും ജനകീയ പോലീസ് എന്ന് കാതോരാതെ നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഇതൊരു ജനകീയ പോലീസിന് അടങ്ങിയ ഒരു നടപടിയാണോ? കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോൾ ടോയ്ലറ്റ് ചൂണ്ടി കാണിക്കുന്നതാണോ ഒരു പോലീസിന്റെ നീതി നടപ്പിലാക്കൽ? ഞങ്ങൾ അത്രയ്ക്ക് മൃഗീയമായ ജീവികളാണോ? ഞങ്ങൾ മനുഷ്യരാണ്. സ്ത്രീകൾക്കും പുരുഷനുമുള്ള അതേ ഒരു അവകാശം ഞങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിരന്തരം ഞങ്ങളെ ഇങ്ങനെ പോലീസിന്റെ ക്രൂരതയായിട്ട് ഞങ്ങളെ അടിച്ചമർത്താമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. ഈ കേരളത്തിൽ ഞങ്ങളെ തുടച്ചു നീക്കാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഞങ്ങൾ ശക്തിയോടെ തന്നെ ഇവിടെ നിലനിൽക്കും. ഇവിടുത്തെ ശക്തിയോടെ തന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കും. കോഴിക്കോടും തൃശ്ശൂരും ഇതുപോലെ എറണാകുളത്തും എല്ലാ പോലീസും ഞങ്ങൾക്ക് നേരെ ഉണ്ടാക്കുന്ന ഈ അടിച്ചമർത്തൽ ഞങ്ങൾ പൂർവാധിക ശക്തിയോടെ തന്നെ നേരിടും. ഞങ്ങൾ വേണ്ടി വന്നാൽ നിയമസഭ മാർച്ച് വരെ നടത്തും. മുഖ്യമന്ത്രി ഇരിക്കുന്ന ആഭ്യന്തരമന്ത്രി ഇരിക്കുന്ന അവിടങ്ങളിൽ തന്നെ ഞങ്ങൾ മാർച്ച് നടത്താൻ ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. ഞങ്ങൾ അശക്തരല്ല എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഞങ്ങൾ നിങ്ങളെക്കാളും ശക്തിയുള്ളവരാണ്. ഞങ്ങൾക്ക് നേരിടാനുള്ള പവർ കൊണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു ചെറിയ കൂട്ടമായിട്ട് നിങ്ങൾ കാണരുത്. ഇനിയും ഞങ്ങൾക്ക് നീതി നിഷേധിച്ചാൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് നിയമസഭ വരെ ഉപരോധിച്ചുകൊണ്ടുള്ള നടപടികൾക്ക് ഞങ്ങൾ മുന്നോട്ട് പ്രഖ്യാപിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരു ഫൈസൽ കമ്മ്യൂണിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ്. ഫൈസലിനെ സ്ഥാപിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ വർഷവും നമ്മളിതേ സമയത്താണ് ഇതുപോലൊരു മാർച്ച് നടത്തേണ്ടി വന്നത്. ഇതിനൊക്കെ പിന്നിൽ മനസ്സിലാവുന്നൊരു കാര്യം, ഇപ്പം നേരത്തെ നമ്മുടെ 2 സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ എന്താണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2014 ഏപ്രിൽ 15 പറഞ്ഞ വിധി എന്ന് ഇവിടുത്തെ ഒരു പോലീസുകാരന് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലും അറിയാത്ത നിയമപാലകരാണ് ഈ ഇവിടെ ക്രമസമാധാനം നിലനിർത്താൻ നടക്കുന്ന ആളുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം കൂടി, അന്ന് രാത്രി നമ്മളുടെ ഈ സുഹൃത്തുക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ CI അനന്തലാലും സഹപ്രവർത്തകരായിട്ടുള്ള പോലീസുകാരും പറയുന്നത് ഞാൻ എൻ്റെ ചെവിയാലെ കേട്ടതാണ്, നിങ്ങൾ ഇനി ഇവിടെ കൊച്ചി നഗരത്തിൽ പാടില്ല, ഇവിടുന്ന്